കൊല്ലം പുത്തൂർ ബിവറേജസിന് മുന്നിൽ സംഘർഷം. യുവാക്കളാണ് ഏറ്റുമുട്ടിയത്. തർക്കത്തിൽ ഏർപ്പെട്ട യുവാവിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമമുണ്ടായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും എന്നാൽ പരാതി ലഭിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് ഏറെ ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. യുവാവ്, രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. യുവാവ് കാറിടിച്ച് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മദ്യലഹരിയിലുള്ള പ്രശ്നമായിരുന്നോ അതോ മറ്റു ഗുണ്ടാക്കുടിപ്പോ മറ്റോ ആണോ ഈ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചത്? ടോം, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുത്തൂരിലുള്ള ഒരു ബിവറേജ് കോർപ്പറേഷന് മുന്നിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാൻ എത്തിയവരായിരുന്നു ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വ്യക്തികളെല്ലാം തന്നെ. അപ്പോൾ ഇതിൽ ഈ കാറ് ഒരു ബൈക്കിൽ തട്ടി എന്നുള്ള ഒരു കാരണത്താലാണ് ഇത്തരത്തിലുള്ളൊരു മർദ്ദനത്തിലേക്കും ഈ ഒരു സംഘർഷത്തിലേക്കും നയിച്ചതെന്നാണ് അറിയുന്നത്. കാറ് അവിടെ പാർക്ക് ചെയ്തിരുന്ന, നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കിലേക്ക് തട്ടി. അപ്പോൾ ആ ബൈക്കിന്റെ ഉടമ ഉടൻ എത്തുകയും ഈ കാറിന്റെ ചില്ലടിച്ച് തകർക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ ഒരു ആക്രമണത്തിന് ആധാരമായ സംഭവം. ഇതിനെ ചൊല്ലിയുണ്ടായൊരു തർക്കമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ. ഈ കാർ ഉടമയാണ്, അതായത് ഈ കാറിൽ വന്ന ആളാണ് ആ ബൈക്കിന്റെ ആളെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നും ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു മർദ്ദനത്തിന് കാരണം ഇങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഈ കാറ് തട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അപ്പോൾ നിലവിൽ ഇതിൽ വേറെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഈ വാഹനം മുന്നോട്ടെടുത്ത് ഒരാളെ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ദൃശ്യവും കൂടെ കാണാൻ കഴിയുന്നു. അത് വളരെ ഭീതിജനകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടു നിന്നവർ തന്നെ ഈ പുത്തൂർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. അങ്ങനെ പുത്തൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ മർദ്ദനമേറ്റ ആളും മർദ്ദിച്ച ആളും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെല്ലാം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത്. എന്തായാലും ഇതിൽ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന് കൃത്യമായ ആൾക്കാരെ എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പരാതി ലഭിക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും, കുറ്റക്കാരെ കണ്ടെത്തും, തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് വഴിവെക്കുന്നു. അതുപോലെ തന്നെ ഈ കാർ മുന്നോട്ടെടുത്ത് ഒരാളെ ഇടിച്ച്, നമുക്കറിയാം ഇടിക്കുന്ന ആള് ബോണറ്റിലേക്ക് വീഴുകയും നിലത്ത് വീഴുകയും ചെയ്യുന്നു. വീണ്ടും കാർ നിർത്താതെ മുന്നോട്ടെടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. വളരെ ഭീതിപ്പെടുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസിന് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആൾക്കാരെ എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വിനീഷ്? എന്താ ഇയാളുടെ ഒരു പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ആ കാറിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നത്, അതോ സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നോ? ടോം, ഈ കാറിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ കാറിന്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിരവധി പേരെ കൈമറിഞ്ഞു വന്നൊരു വാഹനമാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ഇതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെയാണ് ഈ വാഹനം ഇപ്പോഴും കൊണ്ടു നടക്കുന്നതെന്ന് ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയൊന്നും ആണോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ദൃശ്യം ഭീതിപ്പെടുന്നതാണ്. ഈ സർക്കാർ മദ്യ ഷോപ്പിൽ സാധനങ്ങൾ, അതായത് മദ്യം വാങ്ങാനായി എത്തിയവരാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിവെച്ച സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പുത്തൂർ ബിവറേജ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് ഒരു പുതിയ ബിൽഡിങ്ങിലേക്കാണ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. അധിക നാളായിട്ടില്ല അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. എന്തായാലും വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സ്ഥലം മാത്രമേ, സ്ഥലപരിമിതി ഉണ്ട് നിലവിൽ അവിടെ. പക്ഷേ ഈ ബൈക്കിൽ തട്ടി എന്നുള്ളൊരു കാരണത്താലാണ് ഇത്തരത്തിലുള്ള വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇത് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമാണെന്നാണ് ആ സമയത്തുണ്ടായിരുന്നവർ പോലും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ബൈക്ക് തട്ടി എന്നുള്ളൊരു വലിയൊരു പ്രകോപനമായ കാര്യത്തിലാണ് ഈ വാഹനം
വാഹനത്തിൻ്റെ ചില്ലടിച്ച് തകർത്തത്. ഈ ചില്ലടിച്ച് തകർത്തപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിക്കുന്നത്. ഈ ബൈക്കിൽ വന്ന ആളെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ വന്ന ആളാണ് അടിക്കുന്നത്. തുടർന്ന് കാറ് മുന്നോട്ടെടുത്തുകൊണ്ട് പോവുകയും അയാൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതിപ്പെട്ടിട്ടില്ല. പരാതിപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ്. പോലീസിന് കൃത്യമായി ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നെല്ലാം കൃത്യമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പരാതി ലഭിക്കുന്ന മുറയ്ക്കാവും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസ് നീങ്ങുക. എന്തുകൊണ്ടായിരിക്കാം ഇതുവരെ ഈ ആക്രമണത്തിന് ഇരയായവർ പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത്? മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ? ഇരുവരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ലഹരി ഇടപാടോ മറ്റോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളായിരിക്കുമോ കാരണം? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് രഹസ്യ വിഭാഗം അന്വേഷിക്കുന്നുണ്ട് ടോം. ഇതിന് കാര്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരിക്കേറ്റ ആൾ, മർദ്ദനത്തിന് ഇരയായ ആൾ സ്വാഭാവികമായിട്ട് പരാതിയുമായിട്ട് പോകേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു പരാതിയുമായിട്ട് ചെന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല പോലീസിന്. എന്തായാലും പോലീസ് ഇപ്പോഴും നമ്മളോട് പറയുന്നതാണ്, അവർ ഇതുവരെയും പരാതിയുമായിട്ട് വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഭീകരമാണ്. ഒരാളെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ലഹരി ഇടപാടോ ഇവർക്ക് മുൻപ് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുള്ളവരാണോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു അന്വേഷണം പോലീസിന് മുന്നോട്ട് വെക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് നേരം, അതായത് നല്ല ദൈർഘ്യമുള്ള ഒരു മർദ്ദനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ദൈർഘ്യമുള്ള ഒരു ദൃശ്യം തന്നെയാണത്. കാരണം തുടക്കത്തിൽ പിടിച്ചു തള്ളുന്നു, അതുപോലെ തന്നെ തെറി പറയുന്നു, ചെകിട്ടത്തടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്കതിൽ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ വാഹനത്തിൽ തടഞ്ഞുകൊണ്ട് മർദ്ദനമേറ്റ ആൾ തന്നെയാണ് നിൽക്കുന്നതും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ CCTV ദൃശ്യങ്ങളിൽ ഓഡിയോ ഇല്ല, വീഡിയോ മാത്രമേ അതിൽ റെക്കോർഡായിട്ടുള്ളൂ. അപ്പം അവിടെ നടന്നത് എന്താണെന്ന് ആ സമീപവാസികൾ, ആ സമയത്തുണ്ടായ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയായിരുന്നു ആ സംഭവം നടന്നത് അടക്കം പോലീസിനൊരു കറക്റ്റായിട്ട് ആ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം തുടക്കമെന്നോണം ലഭിക്കേണ്ടത് പരാതിയാണ്. എന്തുകൊണ്ട് ഇവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നല്ല രീതിയിൽ ഒരു യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ളത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ബോണറ്റിൽ വന്ന് വീഴുന്നു, കാറ് മുന്നോട്ടെടുത്ത് അയാൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ വാഹനം വിറ്റ് നിർത്താതെ പോവുകയൊക്കെ ചെയ്തു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യമായിട്ടുള്ള കൊലപ്പെടുത്തുകയായിരുന്നോ വിനീഷ് ഇയാളുടെ ലക്ഷ്യം? കാരണം ആ യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്, ദേഹത്തുകൂടി വാഹനം കയറ്റാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ട്. അതിനിടെ ആളുകൾ തന്നെ, അവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഒരു ഇരുചക്ര വാഹനം ഈ കാറിന് മുന്നിലേക്കിട്ട് ഇയാൾ രക്ഷപ്പെടാനുള്ള നീക്കം തടയാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായും ശരിക്കും ഒരു ഭീകരാന്തരീക്ഷം എന്ന് തന്നെ പറയാം. ഈ ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തന്നെ ഒരുപാട് പേർ കണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇതിനകത്ത് ഇടപെട്ട് ഇവരെയൊക്കെ മാറ്റാം, കുറച്ച് പേരൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്കതിൽ കാണാം. പക്ഷേ എന്നാലും തുടക്കം ഈ ഒരു വഴക്ക് വലിയ രീതിയിൽ ആവുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാമായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തിൽ തട്ടിയെങ്കിലും വാഹന ഉടമയായിട്ട് ചില സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. പക്ഷെ ഇങ്ങനെ വരാതെ പെട്ടെന്ന് ഒരു മർദ്ദനത്തിലേക്ക് അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിലേക്ക് അത് തെറ്റായ ഒരു മെസ്സേജ് തന്നെയാണ് പോകുന്നത്. കാരണം ഇതിനെല്ലാം നിയമ നടപടിക്രമങ്ങളെല്ലാം തന്നെയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലൂടെ എല്ലാം നമുക്കിതിൻ്റെ ഒരു പരിഹാര മാർഗങ്ങളിലേക്ക് എത്താം. ഈ കയ്യേറ്റം ഒരിക്കലും അനുവദനീയമല്ല. ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അപ്പം ഈ തരത്തിലേക്ക് അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്നതാണ് നമുക്ക് വലിയൊരു സമൂഹത്തിൻ്റെ തെറ്റായൊരു മെസ്സേജ് തന്നെ വരുന്നത് കേട്ടോ. എന്തായാലും പോലീസിന് ഈ CCTV ദൃശ്യങ്ങളിൽ ആളുകളുടെ മുഖം വ്യക്തമായതുകൊണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ അക്രമത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ഈ അക്രമം നടന്നതെന്നതടക്കം കൃത്യമായൊരു പിക്ചർ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പരാതി ലഭിക്കുന്ന മുറയ്ക്കാവും അന്വേഷണമെന്നാണ് പുത്തൂർ പോലീസ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണോ ഇത്തരത്തിലുള്ള ഈ അക്രമത്തിലേക്ക് നയിച്ചത്, എന്തുകൊണ്ടാണ് ഇവർ പരാതിപ്പെടാൻ മടിക്കുന്നതെന്നടക്കം വ്യക്തമാണ്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം പുത്തൂരിലാണ് ബെവറേജസിന് മുന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ
സംഘർഷമുണ്ടായത്. അതിന് പിന്നാലെ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.